ഈ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന അനുസരിച്ച് ഒന്ന് NDAക്ക് 1 മുതൽ 3 സീറ്റ് വരെ ലഭിക്കാം. എല്ലാ എക്സിറ്റ് പോളുകളും ഏറ്റവും കുറഞ്ഞത് 1 സീറ്റും പരമാവധി 3 സീറ്റും ചാണക്യ ടുഡേസ് ചാണക്യ 4 പറഞ്ഞിട്ടുണ്ട്. അതിനും അപ്പുറം ഇടതുമുന്നണിയുടെ അവസ്ഥ പരിതാപകരമാകുമെന്നുള്ളൊരു സൂചന. അപ്പോഴും അവർക്ക് നാളെ വാദിച്ച് നിൽക്കാം. കൃഷ്ണരാജ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ 1-ൽ നിന്ന് 1 തരി 2 തരി ആയാൽ പോലും നേട്ടം അതിന് പെർസെന്റേജ് വിടുകയാണെന്ന് കൂടി ഓർക്കണം. ആ 1 എന്നുള്ളത് 2 ആവുകയോ 3 ആവുകയോ 4 തന്നെ ആയിക്കോട്ടെ, ആയാൽ പോലും 1 or 2 സീറ്റിൽ BJP അല്ലെങ്കിൽ 3 സീറ്റിൽ BJP NDA സ്ഥാനാർത്ഥി വിജയിക്കുകയും പലയിടങ്ങളിൽ ഇടതുമുന്നണി 2ാം സ്ഥാനത്തേക്കോ 3ാം സ്ഥാനത്തേക്കോ തള്ളപ്പെട്ടാൽ അങ്ങനെ ഒരു സാധ്യത വന്നാൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളെ അത് ബാധിക്കുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യം ഇതാണ്. ഇതുവരെ നമ്മുടെ മുന്നിലുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ്. ഇതാണ് സൂചനയെങ്കിൽ ഇടതിന്റെ അവസ്ഥ ഇനി എന്താ? ഞാൻ നേരത്തെ ചർച്ചയിൽ യാത്ര ആയതുകൊണ്ട് എല്ലാം കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കേരളത്തിൽ ഞാൻ എക്സിറ്റ് പോള് ഒരു ഭാഗത്ത്, കാരണം എക്സിറ്റ് പോളുകൾ എല്ലാ കാലത്തും ശരിയാകണമെന്നില്ല. അന്തർദേശീയ തലത്തിലും അമേരിക്കയിലുൾപ്പെടെ പലപ്പോഴും അത് തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്കല്ലാതെ തന്നെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ 2024 കാരണം 2014-ലും 2019-ലെയും തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ 2024 ഈ എക്സിറ്റ് പോളുകൾക്ക് പുറത്തു നിന്നിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഏറ്റവും കുറഞ്ഞത് 2 സീറ്റുകളിൽ BJPക്ക് ജയസാധ്യത വളരെ വലുതായിട്ടുണ്ട് താനും. ഈ ജയസാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴേ തന്നെ അതിനകത്ത് ഒരു പ്രധാന പ്രശ്നം തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രം, നമുക്ക് കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം അല്ലെങ്കിൽ 2 തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം കൂടെ ഒന്ന് നമ്മൾ ഓടിച്ചിട്ട് പറഞ്ഞു. ഇവിടെ ഞാൻ കേൾക്കുകയുണ്ടായി. കാരണം തിരുവനന്തപുരം 2014 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിൽ BJP ജയിക്കുകയും 3 മണ്ഡലങ്ങളിലാണ് ശശി തരൂർ ജയിക്കുകയും ചെയ്തു. ഞാൻ വ്യക്തിപരമായിട്ട് ശശി തരൂരിനെ ആക്രമിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വിശ്വപൗരൻ എന്ന് പറയുന്ന നമ്മുടെ MP, ബഹുമാന്യനായ MP, നഗരങ്ങളിൽ പ്രധാനമായിട്ടും നഗരങ്ങളിലും നല്ലവണ്ണം കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളുള്ള മണ്ഡലങ്ങളിൽ, നിയോജക മണ്ഡലങ്ങളിലാണ് പരാജയപ്പെടുകയും 3 മണ്ഡലങ്ങളിലാണ് ജയിച്ചത്. സ്വാഭാവികമായിട്ട് 2019-ലും ഇതിൻ്റെ ഒരു ആവർത്തനമുണ്ടായി. പക്ഷേ അവിടെ വന്നപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ വലിയൊരു വ്യതിയാനം വരികയുണ്ടായി. പക്ഷേ ഇത് ഞാൻ ഒരു പഠന വിധേയമാക്കിയുണ്ടായി. ഇതിൻ്റെ എങ്ങനെയാണ് തിരുവനന്തപുരം, കാരണം നമ്മൾ എക്സിറ്റ് പോളുകൾ പറയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് BJPയുടെ വിജയസാധ്യതയെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെയാണ് തകർക്കുന്നത് 2 തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പറയാം. അതിന് 4 തിരഞ്ഞെടുപ്പുകളെയാണ് ഞാൻ പഠന വിധേയമാക്കിയത്. ഒന്ന് 2014 ലോകസഭ, 2016 നിയമസഭ, 2019 ലോകസഭ, അതുപോലെ തന്നെ 2021 നിയമസഭ. ഈ 4 തിരഞ്ഞെടുപ്പുകളെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ 2014 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതു മുന്നണിയുടെ വോട്ട്, ഇപ്പം ശശി തരൂരിൻ്റെ വിജയത്തെ ഇടതു മുന്നണിയുടെ ഒരു ദാനമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതിന് ഞാൻ വെറുതെ പറയില്ല, കണക്കുകൾ മാത്രം, വ്യക്തിപരമായ കാര്യങ്ങളോ മറ്റൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പം പാറശാല മണ്ഡലത്തിൽ 2014 ലോകസഭയിൽ ഇടതു മുന്നണിക്ക് ലഭിച്ചത് 32%. അത് 2016 നിയമസഭയിൽ വരുമ്പോഴത്തേക്കും അത് 44 ഉയരും. അതുപോലെ 2019 29% പാറശാലയിൽ ഇടതു മുന്നണിക്ക് ലഭിക്കുമ്പോൾ നിയമസഭ വരുമ്പോൾ അത് 48% മാറും, 48.16% മാറും. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ 2014 32% പാർലമെന്റിലാകുമ്പോൾ നിയമസഭയിൽ 47%. ആ വ്യത്യാസം നിങ്ങൾ നോക്കൂ. ഇടതുപക്ഷം ഒരു കേഡർ പാർട്ടിയാണ്, നമുക്കെല്ലാവർക്കും CPMന്റെ കഴിവ് ശക്തിയും അറിയാം. തിരുവനന്തപുരത്തെ 7 മണ്ഡലങ്ങളിൽ 6 നിയോജക മണ്ഡലങ്ങളിലും ഇടതു മുന്നണിയാണ് ഇന്ന് MLA ഉള്ളതും എന്നുള്ളത് നമ്മളിവിടെ എടുത്തു പറയണം. ഇതിൽ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ 32.6% വോട്ട് ലോകസഭയിലും 47 നിയമസഭയിലുമാണ്, 14-ലും 16-ലും. അത് 19 വന്നപ്പോഴത്തേക്കും 27% ഇടതു മുന്നണിയുടെ വോട്ട് 27% നെയ്യാറ്റിൻകരയിൽ കുറഞ്ഞു.
അത് നിയമസഭയിൽ 2021 നിയമസഭയിൽ വന്നപ്പോഴത്തേക്കും 47%, അതായത് 20%-ലധികം വ്യതിയാനമാണ് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ 2019-ലും 2021-ലും ഉണ്ടായത്. ഇത് 2014 കോവളം മണ്ഡലത്തിൽ നോക്കാം, 30% ഇടതു മുന്നണിയുടെ വോട്ട്. നിയമസഭയിൽ വന്നപ്പോഴത്തേക്കും അത് 37ആയി. 2019 അത് 26.22%, നിയമസഭയിൽ വന്നപ്പോൾ അത് 39-മായി. കാരണം അവിടെ നിയമസഭയിൽ ഇടതു മുന്നണി തോൽക്കുകയുണ്ടായി. അതുപോലെ മറ്റ് മണ്ഡലങ്ങളിൽ, അപ്പോൾ നമ്മൾ ഓരോ മണ്ഡലങ്ങളിൽ ഞാൻ ഇനി സമയം കൂടുതലെടുക്കുന്നില്ല, ഇത് നമ്മുടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കുകളാണ്. അപ്പം തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഇടതു മുന്നണിക്ക് 2014 28.5% വോട്ട് ലഭിച്ചു. നിയമസഭയിൽ അവർക്ക് 2016 38.57 മണ്ഡലങ്ങളിലായിട്ട് ലഭിക്കുകയുണ്ടായി. അതായത് 1,29,281 വോട്ടിൻ്റെ കുറവ് അവർക്ക് ലോകസഭയിൽ 2014-ലുണ്ടായി. 2021-19 തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 2019 ലോകസഭയിൽ ലഭിച്ചതിനേക്കാളും 2021 നിയമസഭയിൽ വരുമ്പോഴത്തേക്കും 1,78,181 വോട്ടിൻ്റെ കൂടുതലുണ്ടായി. അതായത് 25.6% വോട്ട് 2019 ലഭിച്ച ഇടതു മുന്നണിക്ക് 2021 നിയമസഭയിൽ ഇതേ തിരുവനന്തപുരത്തെ 7 മണ്ഡലങ്ങളിൽ നിന്നായി 43.15% വോട്ട് ലഭിക്കുകയുണ്ടായി. ഈ കണക്കുകൾ ഡോക്ടർ ജയരാജ് കേൾക്കണമായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇടതുമുന്നണിയുടെ ദാനമാണ് ശശി തരൂരിന്റെ വിജയം എന്ന്. അത് ശരിയാണ്. ബെനറ്റ് എബ്രഹാം വളരെ ദുർബലനായ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. പ്രതിസന്ധിയും CPI-യെ ജനത്തിന് മുന്നിൽ പരിഹാസ്യരുമാക്കിയ. തൊട്ട് പിന്നാലെ സി ദിവാകരൻ മത്സരിക്കുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ്, പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഏശിയില്ല. ഇത്തവണ അവർക്ക് തിരുവനന്തപുരത്ത് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. കാരണം മുൻ MP ആണ്, ഒരിക്കലും ആരോപണങ്ങൾക്ക് വിധേയനാകാത്ത ഒരാളാണ്, വളരെ അങ്ങനെ ഒരാളെ അവർ അവതരിപ്പിച്ചു. അപ്പോഴെന്താകും അവസ്ഥ? മറ്റൊന്നുകൂടി പറയാം, CPM-ന്റെ മെഷീനറി ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ചു എന്നൊരു വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇത് CPI സ്ഥാനാർത്ഥിയല്ലേ, അവിടെ മത്സരിക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്, അതായത് തിരുവനന്തപുരത്തെ പിണറായി വിജയനാണ്. അദ്ദേഹത്തിനു വേണ്ടി സജീവമായി നിൽക്കേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നു. അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന ആരോപണം CPI പോലും ഉന്നയിക്കുന്നുണ്ട് രഹസ്യമായി. അപ്പോൾ സ്വാഭാവികമായും ഇത്തവണയും അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യമാണ്. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ സ്വാഭാവികമായും കുറേ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ജയിക്കുമെന്ന് അവരെ ചുറ്റിയുള്ളവർ പറയുന്നുമുണ്ട് ആവർത്തിച്ച്.